എൻ്റെ പഠിച്ചോനെ ഇന്നൊരു ദിവസം ടാസ്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. എട്ടിൻ്റെ പണി കിട്ടിയത്. അപ്പോൾ എന്തെന്നാൽ പറഞ്ഞിട്ട് അറിയണേ, നിങ്ങൾക്ക് അറിയണമെങ്കിൽ സ്കിപ്പാക്കാതെ ഫുൾ വീഡിയോ കണ്ടോ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ആദ്യം ഒരു ലൈക്കും കമൻറ്റ് സൈഡിൽ കൊടുത്തോ. അങ്ങനെ മുമ്പ് കാണിച്ചൊരു റിസപ്ഷൻ പാഡും പിന്നെ കഴിഞ്ഞതിൽ എനിക്ക് എന്താ പറയുക ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് അതും ഇതെല്ലാം വന്നിട്ട് കൂടിയതും കുറഞ്ഞതെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ പാഡും എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലഡ് കൂടിയതും ബ്ലഡ് കൂടിയതൊന്നുമല്ല, ബ്ലഡ് പിന്നെ ഒന്നും കൂടിയില്ല എന്ന് ഉറപ്പ്. പിന്നെ എന്താ പറയുക കൂടുന്നതിന് 1 പോയിൻറ്റ്, 1/2 പോയിൻറ്റ്, 1/4 പോയിൻറ്റ് അങ്ങനെ കൂടുന്നില്ല ഇതിട്ട്, അധികം ഒന്നും കൂടുന്നില്ല. പിന്നെ ഇപ്പോൾ ഇൻഫെക്ഷനെല്ലാം കൂടിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ആവശ്യമില്ലാത്തത് കൂടും. അങ്ങനെ അതിൻ്റെ ഇതെല്ലാം പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടാ. അപ്പം ഞാൻ പറഞ്ഞു സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കിട്ടേ പറ്റുമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് എന്തിയാ പറയല്, കിട്ടിയിട്ട ഞാൻ ഉദ്ദേശിച്ച സാധനം എല്ലാം കിട്ടി. എന്ന് വെച്ചാൽ എനിക്കിങ്ങനത്തെ ഈ ചക്കിളി അങ്ങനത്തെ തേൻ ചക്കിളി അങ്ങനത്തെ ഇട്ടാണ് എനിക്കിഷ്ടമുള്ളത്. സോ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ട് നേരെ പോയിട്ടുള്ളത്. അങ്ങനെ എന്താ പറയുക, ഇക്കില്ലാത്ത ഒരു ലോങ് ഡ്രൈവ് പോകുന്നില്ലത് കേട്ടോ. ഡ്രൈവിങ് ഇന്ന് ചാച്ചാൻ്റെ മോനെ കേട്ടാ, ഇക്കാൻ്റെ ചാച്ചാൻ്റെ മോനെ ഇപ്സാൽ. സോ ഓനെ കൂട്ടിയിട്ടാണ് പോകുന്നില്ലത്. അതിന് നല്ലോണം മിസ്സാകുന്നുണ്ട്. എന്ന് വെച്ചെങ്കിൽ ഓനെ കൂട്ടെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഓനെ കൂട്ടിച്ചാൽ ഇക്കുണ്ടെങ്കിൽ ഇക്കാനെ കൊണ്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഉമ്മാൻ്റെയൊക്കെ പോയില്ല എന്ന് ഉറപ്പ്, ഇപ്സാലിൻ്റെയൊക്കെ പോയില്ല എന്ന് അതും ഉറപ്പ്. പിന്നെ എൻ്റെയൊക്കെ എന്നെ മാത്രമേ തട്ടാൻ പറയും. അപ്പം ഞാൻ എന്നെ ഇപ്പം പോകുന്ന പോക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എൻ്റെ പൊന്നെ ടാസ്ക് പിടിച്ചിട്ട് പോകുന്നില്ല ഇത് ഇട്ടാ. പോകുമ്പോൾ നേരെ ഉണ്ടെങ്കിൽ വരുമ്പോൾ നേരെ ഇല്ലയെന്ന് കൺഫേം ആയിട്ടുണ്ട്. ഇത് കൊണ്ട് പോയിട്ടാ. പിന്നെ പോകുന്ന വഴിക്ക് റോഡും മിസ്സായി. ആടുന്ന് എത്തുമ്പോൾ നമുക്ക് ടെൻഷൻ ആയിട്ടാ, അല്ല ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ലേറ്റായും മതിയായിരുന്നു എന്നും പയ്യെ തോന്നിപ്പോയിട്ടാ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഫുൾ ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ പെരക്കുന്ന 9-9:30 നമ്മൾ വിട്ടിട്ടുണ്ടായിന്. ആടെത്തുമ്പോൾ ഒരു 12-12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. റോഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇന്നും ബ്ലോക്ക് വേണമായിരുന്നു അപ്പോൾ ഫീലായി അവിടെ എത്തിയ. പിന്നെ അങ്ങനെ ഇവിടെ എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് ഉള്ളത്. സോ അങ്ങനെ പോകുന്നുള്ളത്. രാവിലെ നല്ല പാങ്ങിൽ കഴിക്കാത്ത കൊണ്ട് കുറച്ച് പൈക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഗൈസ്. ബാക്കിൽ കണ്ട എത്താറായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഫുള്ള് ബ്ലോക്ക് കേട്ടോ. എൻ്റെ പഠിച്ചോന്നെ ബ്ലോക്കിൽ നിന്ന് പെട്ട തന്നെ. അതിന് ഫൈനൽ ഈടെ എത്തി. പിന്നെ എന്താ പറയുക, ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടായത് ഉമ്മനോട് ഞാൻ പറയുന്നുണ്ടായിരിക്കും, ഉമ്മ അയ്യനെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കിയത്. ഇന്ന് എന്നെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അല്ലാ റബ്ബേ എന്താ പറയുക. അപ്പോൾ അവത്തിന് കരച്ചിലും ഇതെല്ലാം കാണണമായിരുന്നു. അങ്ങനെ ആ തിരക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അല്ല പോയിന്ന്. പക്ഷെ അവരിരുന്നവരെല്ലാം വന്നിട്ടുള്ളത് വേറെ ഡോക്ടറിനെ കാണിക്കാനായിട്ടാ. പിന്നെ അതിലുണ്ട് ഞാൻ കാണിക്കുന്ന ഡോക്ടറിനും ഉണ്ട്. പിന്നെ പോയിട്ട് ടോക്കൺ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് 15 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തുമ്പോൾ 10 ആയിട്ടാ. പിന്നെ ഇന്ന് ഡോക്ടർ ഇല്ലെങ്കിൽ 11 മണിക്ക് 10:30-11 മണിയാകുമ്പോൾ റൗണ്ട്സ് എല്ലാം കഴിഞ്ഞിട്ട് 11-11:30 എത്തൂട്ടാ. ഇന്ന് എന്ത് ഞാനുണ്ടായ ഭാഗ്യം കൊണ്ടുണ്ടല്ലോ 1 മണി കറക്റ്റായിട്ടുണ്ടായി. ഒരു മിനിറ്റ് ഒന്ന് ബാക്കിലുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഇരുത്തം എൻ്റെ അല്ലാ എത്ര നേരം എന്നറിയോ. പിന്നെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു സൗണ്ട്, എൻ്റെ പൊന്നെ എന്തൊക്കെ മാലെന്നറിയോ. അവിടെ എന്താ പറയല് ഏതോ സ്കൂളത്തെ എന്തോ ഫുഡാക്കുന്ന ചേച്ചി വീണിട്ട് ഫുള്ള് സീനായി. പക്ഷെ അടുത്ത് ഫുള്ള് ഈടൊന്നും മുമ്പിലുണ്ടായ ആൾക്കാരൊന്നും ഉണ്ടായിച്ചേട്ടാ. മുമ്പിൽ ക്യൂ നിൽക്കുന്നുണ്ടായത്. അപ്പോഴത്തേക്ക് അടുത്ത് ഇന്നാളെ പോയത് ഞാൻ കണ്ടിട്ടാ. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഇതാ ഉമ്മാനെ കാണുന്നില്ല. അപ്പോഴത്തേക്ക് ഉമ്മ നോക്കാൻ പോയിട്ടുള്ളതിൻ്റെ കലമ്പ് ആകുമ്പോഴത്തേക്ക് ഉമ്മാണ് മുമ്പിൽ പോയി ഈടെ വന്നിട്ട് നിൽക്കുന്നുണ്ടായത്. അങ്ങനെ ഒരു വലിയൊരു ഫൈറ്റ് കഴിഞ്ഞിട്ടുണ്ടായത് കേട്ടോ. അപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കും ഈ ഹോസ്പിറ്റലിൽ. എൻ്റെ പഠിച്ചോനെ ഈ ഡോക്ടറിന് ഇത്രയും ഡിമാൻഡാന്ന് എനിക്കൊരിക്കൽ തോന്നിപ്പോയിട്ടാ. പക്ഷെ അമ്മ ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടാ. നമ്മളിത് 10ാമത്തെ ഡോക്ടറല്ല. അപ്പോൾ വേഗം ആവുമെന്ന് വിചാരിച്ചിട്ട് 3 മണിയായി. 3 മണിയാകുമ്പോഴത്തേക്ക് ഡോക്ടർ എന്ത് ആക്കിയും, ഡോക്ടർ എന്തോ പ്ലാസ്റ്റർ ഇടാനാണെന്ന് പറഞ്ഞിട്ട് പോയ ഡോക്ടർ കറക്റ്റ് 3 മണിക്ക് പോയിന്. വന്നത് 4:15 അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ ഏടെ കിട്ടിയിട്ടാ. പിന്നെ എന്താ പറയുക ആടുന്നൊരു സ്ലൈസ് എടുത്തിട്ട് കുടിച്ചിട്ടോ, ഒരു മാംഗോൻ്റെ ഇത് ജ്യൂസ് വാങ്ങിയിട്ട് കുടിച്ച്. പിന്നെ ഒരു 4:30 മണിയാകുമ്പോഴത്തേക്ക് ഡോക്ടറെ കിട്ടിയിട്ടാ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയ 10 ടോക്കൺ 4-4:30 മണിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ എന്താ പറയുക സർജറി നടന്ന്
പിന്നെ റൗണ്ട്സിന് പോന്ന് അർജൻറ്റ് കേസും വരുന്ന് അതിനിടയിലും നമ്മളീ നോക്കുന്നത് ഇപ്പോൾ ആ ഡോക്ടർ ഫുൾ ബിസി ഇട്ടാ അങ്ങനെ ഒരു 4:30 4:45 നമ്മൾ ഇരുന്ന് വിട്ട് പഠിച്ചോനെ ഞാനുണ്ടല്ല ഞാൻ ഒറ്റ ഒരു കാര്യം അയന്നെ മാത്രം ഓർത്തത് പക്ഷേ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കെ നമ്മൾ അതാപത്തിക്കട്ടീനും കുഞ്ഞൊരു സൈഡാട്ടിനും അതാണ് ബേജാറാകുന്നുണ്ട് ഞാൻ പറഞ്ഞ അല്ലാ എൻ്റെ കുഞ്ഞിന് മിസ്സാന്നല്ല ഉമ്മാന്ന് അറിയുമ്പോൾ ഉമ്മ പറഞ്ഞു കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്നല്ല പറഞ്ഞത് കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഇത് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ നോക്കുക എന്താ വെച്ചെങ്കിൽ ആളെ ഓന് കളിച്ചിട്ട് ഉറങ്ങുന്നു ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് കളിക്കുന്നുണ്ട് പറഞ്ഞു ഉമ്മ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ പറഞ്ഞു ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു ഭാബി അതിന് ഓന് എൻ്റെ ഉമ്മാൻ്റെ പെരക്കിട്ടാണ് ഞാൻ ആക്കിയിട്ട് വന്നിട്ടുള്ളത് പക്ഷെ നല്ലോണം മിസ്സാകുന്നുണ്ടായിന് എനിക്ക് എന്താ അറിയില്ല ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഏടെ പോകുന്നുണ്ടെങ്കിൽ കുഞ്ഞുണ്ടാവുമല്ല അവർ മിസ്സാകുന്നുണ്ടായിട്ടാ പിന്നെ ഓനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് കൂട്ടാതെ വന്നിട്ടുള്ളത് പിന്നെ അത് നമ്മൾ റോഡ് മിസ്സായിട്ട് പോയതിട്ടാ പോകുമ്പോൾ ജസ്റ്റ് റോഡ് മിസ്സായി ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ടായിട്ടാ എന്ന് വെച്ചെങ്കിൽ സ്കൂള് വിട്ട ആ സമയമല്ലേ പക്ഷെ കോമഡി എന്ന് വെച്ചെങ്കിൽ ഉണ്ടല്ലോ റോഡ് തെറ്റാലും നമുക്ക് പ്ലസ് ആയിട്ടാ നമുക്ക് ട്രാഫിക് ഇല്ലാതെ ഉള്ളിലോട്ട് ഈ ട്രാഫിക് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റോപ്പിലാണ് നമ്മൾ എത്തിയിട്ടുണ്ടായത് പിന്നെ കുറേ മുമ്പിൽ വന്നിട്ട് നമ്മൾ എന്താ പറയുക ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടാ അപ്പോഴത്തേക്ക് എൻ്റെ ഫുള്ള് ഗ്യാസെല്ലാം കയറി ഛർദ്ദിച്ച് ഞാൻ എന്തെല്ലോ ആയിട്ടാണ് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മതി എന്ന് തോന്നി പക്ഷേ ഫസ്റ്റ് എന്തെല്ലോ പ്ലാൻ ഉണ്ടായിട്ടാ എന്തെല്ലോ തിന്നണമെന്നെല്ലാം പറഞ്ഞിട്ട് ഹോട്ടലിൽ വാങ്ങുമ്പോൾ ഞാൻ എന്ത് ഓർഡർ ആക്കി എനിക്ക് തന്നെ അറിയില്ല പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിട്ടാ ഞാൻ എന്തോ ഒരു സാധനം ഓർഡർ ആക്കി കുളിച്ച് പിന്നെ നേരെ വിട്ടിട്ടാ എനിക്ക് ഓർഡർ ആക്കേണ്ട ശേഷി പോലെ ഉണ്ടായിട്ടാ ഞാൻ ആടെ നിന്ന് എനിക്ക് ഛർദ്ദിച്ച പിന്നെ എനിക്ക് പറ്റുന്നുണ്ടായിട്ടോ ഒരിക്കൽ പേരക്ക് അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും കുഞ്ഞിനെ വിചാരിച്ചു ഞാനിപ്പം ഇങ്ങനെ വീഴാനായിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞ് എന്താക്കട്ടീനു എന്നല്ല പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്ത പിന്നെ എന്താ പറയുക ഈ ചായ എല്ലാം കുടിച്ച് പിന്നെ നമ്മളുണ്ടല്ല എന്താ പറയല് വരുമ്പോൾ നമുക്ക് കുറേ ലേറ്റ് ആയിട്ടുണ്ടായിന് ഒരു 4 മണിക്കൂറായിട്ട് 9:30 വന്ന് നമ്മൾ 12:30 മണി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തേക്ക് എത്തുമ്പോൾ പക്ഷേ ഇവിടുന്ന് നമ്മൾ ഒരു 5 മണിക്ക് വിട്ടാൽ നമ്മൾ 7-7:30 ആകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിന് ട്രാഫിക് ഉണ്ടായിട്ടാ പിന്നെ ആടെ ട്രാഫിക് ഉണ്ടായി അവിടെ നിന്ന് മിസ്സായില്ല സോ അതുകൊണ്ട് അങ്ങനെ രാത്രി ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ 7:30 ആകുമ്പോഴത്തേക്ക് എത്തി അപ്പോൾ ശരി ഗൈസ് എന്നെ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം.